അടിമാലി മണ്ണിടിച്ചിലിൽ സർവ്വതും നഷ്ടപ്പെട്ട അടിമാലി സ്വദേശി സന്ധ്യയ്ക്ക് മലങ്കര ഓർത്തഡോക്സ് സഭ വീട് വെച്ച് നൽകും. നടൻ മമ്മൂട്ടിയുടെ ആവശ്യപ്രകാരം വീട് നൽകുകയാണ്. പരിശുദ്ധ ബസേലിയസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാത്തോലിക്ക ബാവയുടെ പൗരോഹിത്യ കനക ജൂബിലിയുടെ ഭാഗമായി നിർമ്മിക്കുന്ന 100 വീടുകളിലൊന്ന് സന്ധ്യയ്ക്ക് നൽകും. നിരണംപള്ളിയിൽ നടന്ന സഭയുടെ സഹോദരൻ ജീവകാരുണ്യ പദ്ധതി 4ാം വാർഷിക ചടങ്ങിലാണ് തീരുമാനം. അദ്ദേഹം അവിടെ എന്നോട് ആവശ്യപ്പെട്ടത് ഇത്രയും ഞാൻ ചെയ്തു, തിരുമേനി ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അവർക്കൊരു വീട് വെച്ച് കൊടുക്കണം എന്നെന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അവർക്ക് ഞങ്ങൾ വീട് വെച്ച് കൊടുക്കാം. ഈ 100 വീടുകളിൽ ഒന്ന് സന്ധ്യയ്ക്കായിരിക്കുമെന്ന് അവിടെ വെച്ച് പറഞ്ഞു. വിശദാംശങ്ങൾ അബു ഫിലിപ്പ് നൽകും. അബു ഫിലിപ്പ്, സന്ധ്യയ്ക്ക് കൈത്താങ്ങാണ് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ഭാഗത്ത് നിന്ന്. എന്തൊക്കെ കാര്യങ്ങളാണ് തീരുമാനിച്ചിരിക്കുന്നത്? വീട് നിർമ്മാണം ഉൾപ്പെടെയുള്ളവ എപ്പോഴായിരിക്കും? തീർച്ചയായും റാഷിദ്, വലിയ ആശ്വാസം സന്ധ്യയ്ക്ക് നൽകുന്ന പ്രഖ്യാപനമാണ് ഓർത്തഡോക്സ് സഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, അടിമാലി മണ്ണിടിച്ചിൽ സർവ്വതും സന്ധ്യയ്ക്ക് നഷ്ടപ്പെട്ടിരുന്നു. അതായത് സന്ധ്യയും ഭർത്താവും വീട്ടിലുള്ളപ്പോഴാണ് ഈ മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നത്. ദേശീയപാത നിർമ്മാണ കമ്പനിയുടെ അനാസ്ഥ മൂലമുണ്ടായ വലിയ മണ്ണിടിച്ചിൽ. ഈ മണ്ണിടിച്ചിലിൽ സന്ധ്യയുടെ ഭർത്താവ് ബിജു മരിച്ചിരുന്നു. അതോടൊപ്പം തന്നെ സന്ധ്യയുടെ ഇടത് കാൽ മുറിച്ചു മാറ്റേണ്ടതായിട്ട് വന്നു. പിന്നീട് നടൻ മമ്മൂട്ടിയാണ് സന്ധ്യയ്ക്ക് ഈ ആശുപത്രി ചിലവുകൾക്കുള്ള ചിലവെല്ലാം വഹിക്കുകയും ചികിത്സയ്ക്കുള്ള ചിലവുകളൊക്കെ അടക്കം നൽകി വന്നിരുന്നത്. ഈ കഴിഞ്ഞ തവണ കെയറാൻ ഷെയർ മമ്മൂട്ടിയുടെ സഹായം കെയറാൻ ഷെയറിലൂടെ ഈ സന്ധ്യയ്ക്ക് നൽകുകയും ഉണ്ടായി. ഈ സാഹചര്യത്തിലാണ് മമ്മൂട്ടി ഇത്തരത്തിലൊരു വീട് നിർമ്മിച്ച് നൽകുന്ന കാര്യത്തെപ്പറ്റി ആലോചിക്കുന്നത്. അങ്ങനെയാണ് ഈ ഒരു ആവശ്യം ഈ ഒരു ഓർത്തഡോക്സ് സഭയുടെ ഭാഗത്തേക്ക് എത്തുന്നത്. ആ സഭ അതിലൊരു തീരുമാനമെടുക്കുകയും ഇന്ന് നടന്ന നിരണംപള്ളിയിൽ നടന്ന സഭയുടെ സഹോദരൻ ജീവകാരുണ്യ പദ്ധതി 4ാം വാർഷിക ചടങ്ങിൽ ഈ ഒരു കാര്യം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയുമായിരുന്നു. ഇതോടുകൂടി സന്ധ്യ ഇപ്പോൾ വാടക വീട്ടിലാണ് കഴിയുന്നത്. പലപ്പോഴും വാടക അടയ്ക്കാൻ പോലും പറ്റാത്ത സാഹചര്യമുണ്ട്. അതുപോലെ അത്തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്നതൊക്കെ തന്നെയും സന്ധ്യ മാധ്യമങ്ങളോട് പങ്കുവച്ചതാണ്. അങ്ങനെയുള്ള വാർത്തകളൊക്കെ വരുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനം വരുന്നത്. ഇതോടുകൂടി സന്ധ്യയ്ക്ക് എന്തായാലും വീട് ലഭിക്കും. നിലവിൽ ഇപ്പോൾ സന്ധ്യ ചികിത്സയിലാണ് ഉള്ളത്. കൃത്രിമക്കാൽ വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. അത് നടക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇനിയും നടന്നു തുടങ്ങണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ സന്ധ്യയ്ക്ക് വലിയ സ്നേഹക്കരുതൽ ഓർത്തഡോക്സ് സഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. പരിശുദ്ധ ബസേലിയസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാത്തോലിക്ക ബാവയുടെ പൗരോഹിത്യ കനക ജൂബിലിയുടെ ഭാഗമായി നിർമ്മിക്കുന്ന 100 വീടുകളിൽ ഒന്നാണ് സന്ധ്യയ്ക്ക് നൽകുന്നത്. ഏതായാലും വലിയ തോതിൽ ഈ മണ്ണിടിച്ചിൽ മൂലം വലിയ തോതിൽ ബുദ്ധിമുട്ടിയ സന്ധ്യയ്ക്ക് ഇപ്പോൾ ഇനി ഒരു മകൾ മാത്രമാണ് സന്ധ്യയോടൊപ്പം ഉള്ളത്. ഈ മകൾക്കും സന്ധ്യയ്ക്കും ഒരു തണലൊരുക്കി നൽകിയിരിക്കുകയാണ് ഓർത്തഡോക്സ് സഭ. റാഷിദ്. അബു ഫിലിപ്പ് വിശദാംശങ്ങൾ നൽകിയത്.